ഭാരത് മാത എന്ന ചിത്രം RSSന്റെയാണ്. ഭാരത് മാതാ കി എന്ന മുദ്രാവാക്യം BJPയുടേതുമാണ്. മന്ത്രി പ്രസാദ് ഉൾപ്പെടെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണും. മതം മനുഷ്യനെ വായിക്കുന്ന കറുപ്പാണ് എന്ന് വായിച്ചു പഠിച്ചതിന്റെ കൂട്ടത്തിൽ മാതാവും മാതൃരാഷ്ട്രവും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന രാമായണത്തിലെ വരികൾ കൂടി വായിച്ചു പഠിച്ചിരുന്നെങ്കിൽ ഇന്നലത്തെ ആ വിവാദം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഭാരത് മാത എന്ന സങ്കല്പത്തെ ഇന്ത്യൻ ദേശീയതയുമായി കൂട്ടിക്കിട്ടിയത് 1873 കിരൺ ചന്ദ്ര ബന്ദോപാധ്യായയുടെ ഭാരത് മാത എന്ന നാടകവും 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം എന്ന ഗാനവും 1905 അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരത് മാത എന്ന ചിത്രവുമാണ്. ഇത് മൂന്നും ഭാരത് മാത എന്ന സങ്കല്പത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുത്തൻ ഉണർവ് നൽകി. ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് അതിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചതിൽ വർഗീയത കാണരുത് സഖാവേ. മാത്രമല്ല, അന്ന് RSS ജനിച്ചിട്ട് പോലുമില്ല. ഇനി കുത്തിത്തിരിപ്പിന് ഒരു വഴിയുമില്ലാത്തൊരു കാര്യം പറയാം. ചരിത്രം പറയുന്നത് ഭാരത് മാതാ കി ജയ് എന്ന് ആദ്യം വിളിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനിയായ അസമുള്ള ഖാനാണെന്നാണ്. അവിടെയും തീർന്നില്ല. സുഭാഷ് ചന്ദ്രബോസിന്റെ INAയുടെ ഹിന്ദുസ്ഥാൻ കി ജയ് എന്ന മുദ്രാവാക്യത്തെ ജയ് ഹിന്ദാക്കി ചുരുക്കി മാറ്റിയത് അബിദ് ഹസൻ എന്ന പോരാളിയുമാണ്. അതുകൊണ്ട് സഖാവെ, ഇവിടെ ആകെ ഇരുത്തിയാണ് അതിൽ എണ്ണ കോരിയിടത്. ജയ് ഹിന്ദ്.